Welcome back to Kitchen Tales. ഇന്നൊരു all day meal plan ആണ് ഞാൻ ചെയ്യുന്നത്, which includes healthy, traditional and continental dishes. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് sauteed veggies, scrambled egg and a small portion of salad. അപ്പോൾ ആദ്യം നമുക്ക് sauteed veggies റെഡിയാക്കാം. വെജീസ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബ്രോക്കോളി, ബേബി കോൺ, ക്യാരറ്റ്, capsicum and mushroom. ആൻഡ് ഇതുപോലെ നീറ്റായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. സോ ഇനി നമുക്കിതൊന്ന് സോട്ടേ ചെയ്യാം. ഹീറ്റ് നോൺസ്റ്റിക് പാൻ ആൻഡ് ഒരു 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്യുക. സോ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിൽ ക്യാരറ്റും ബേബി കോണാണ് ഏറ്റവും കൂടുതൽ കുക്കിംഗ് ടൈം വേണ്ടത്. അപ്പോൾ ആദ്യം അത് വേണം ആഡ് ചെയ്യാനായിട്ട്. സോ ആദ്യം ക്യാരറ്റും ബേബി കോണും ആഡ് ചെയ്യുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വെജിറ്റബിൾസ് കുക്ക് ചെയ്യാനായിട്ട്. ഇതൊന്ന് ഹാഫ് കുക്കായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയ ബ്രോക്കോളി ആഡ് ചെയ്യുക. ആൻഡ് ദെൻ മഷ്റൂംസ്. ഞാൻ കുറച്ചുകൂടി കുക്കിംഗ് ഒലിവ് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. Then 2 pinch salt, and finally capsicum. വെജിറ്റബിൾസ് ഒരുമാതിരി ഒരു 3/4 കുക്കായി കഴിയുമ്പോഴാണ് ഗാർലിക് ആഡ് ചെയ്യേണ്ടത്. ഒരു ഹാഫ് ടീസ്പൂൺ മിൻസ് ഗാർലിക്, and a pinch of pepper, and a quarter teaspoon mixed herbs. Vegetables almost done ആണ് ഇപ്പോൾ. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലോട്ട് മാറ്റാം. സോ ഇനി നെക്സ്റ്റ് നമുക്ക് ചെറി ടൊമാറ്റോസ് ഒന്ന് സീസൺ ചെയ്യാം. ചെറി ടൊമാറ്റോസ് ഒന്ന് കട്ട് ചെയ്ത് ആഡ് ഹാഫ് ടീസ്പൂൺ ഒലിവ് ഓയിൽ, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ, ക്വാർട്ടർ ടീസ്പൂൺ മിൻസ് ഗാർലിക്, ക്വാർട്ടർ ടീസ്പൂൺ പെപ്പർ, എ പിഞ്ച് ഓഫ് സോൾട്ട്, ദെൻ ഒരു ക്വാർട്ടർ ടീസ്പൂൺ ലൈം ജ്യൂസ് ആൻഡ് ഫ്രഷ് ബേസിൽ. ഫ്രഷ് ഹെർബ്സ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈവൻ റോസ്മേരി, തൈം ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ബേസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് എ പിഞ്ച് ഓഫ് ചോപ്ഡ് പാർസ്ലി. ഇത്രയും ഒന്ന് മിക്സ് ചെയ്യാം. സോ നമ്മുടെ ടൊമാറ്റോവും റെഡിയാണ്. സോ ഇനി ചെയ്യാൻ പോകുന്നത് സാലഡാണ്. സോ ഇനി നമ്മളൊരു സിമ്പിൾ സാലഡാണ് ചെയ്യാൻ പോകുന്നത്. ഞാനെൻ്റെ സീസർ സാലഡിൽ റെസിപ്പിയിൽ പറഞ്ഞ പോലെ തന്നെ ലീവ്സ് എപ്പോഴും ഇതുപോലെ സ്പിൻ ചെയ്ത് വാട്ടർ റിമൂവ് ചെയ്ത് യൂസ് ചെയ്യാം. ഇത് ഞാൻ ഐസ്ബർഗ് ലെറ്റ്യൂസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡ്രസ്സിങ് ഒന്ന് റെഡിയാക്കാം. ഇതുപോലെ ഒരു കണ്ടെയ്നറിലോട്ട് ആഡ് ജ്യൂസ് ഓഫ് ഹാഫ് ലൈം, ക്വാർട്ടർ ടീസ്പൂൺ പെപ്പർ, quarter teaspoon salt, quarter teaspoon mustard, quarter teaspoon minced garlic, half teaspoon honey. ഇത് ഓപ്ഷണലാണ്. സ്വീറ്റ്നെസ് ഇഷ്ടമുള്ളവർ മാത്രം ഹണി ആഡ് ചെയ്താൽ മതി. ആൻഡ് ഹാഫ് ടീസ്പൂൺ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ. ഹാഫ് ടീസ്പൂൺ ടു 1 ടീസ്പൂൺ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് മിക്സ് വെൽ. ഈ ഡ്രസ്സിങ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഞാൻ കുറച്ചുകൂടി ഹണി ആഡ് ചെയ്യുന്നുണ്ട് ആൻഡ് കുറച്ചുകൂടി എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ.
ഇനി ഇതൊന്ന് റെഫ്രിജറേറ്റ് ചെയ്യാം. ഇനി നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ്ഗാണ് റെഡിയാക്കാൻ പോകുന്നത്. സോ അതിന് 3 എഗ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ആൻഡ് എഗ്സ് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 3 minutes എങ്കിലും ബീറ്റ് ചെയ്യണം. Then add a pinch of salt to the eggs. Again beat ചെയ്യുക. സോ ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ ഒരു 1 teaspoon ബട്ടർ ആഡ് ചെയ്യുക. ആൻഡ് മീഡിയം ഫ്ലെയിം വെച്ച് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് എഗ്സ് ആഡ് ചെയ്യുക. ആൻഡ് ഒരു ചെറിയ സർക്കിളിൽ ഇതുപോലെ ഒരു സ്പാച്ചുല കൊണ്ട് സർക്കിൾ ചെയ്യുക. ഹാഫ് ഡൺ ആയിട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എഗ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സെർവ് ചെയ്യുന്ന പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്കൊന്ന് അസംബിൾ ചെയ്യാം. ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത സോട്ടഡ് വെജീസ് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ദെൻ നമ്മുടെ ഹെർബ് ടൊമാറ്റോ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത സാലഡ്. നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്ത ഡ്രസ്സിങ് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് വേണം ഈ സാലഡിൻ്റെ മേലെ ആഡ് ചെയ്യാനായിട്ട്. ആൻഡ് കുറച്ച് നട്ട്സൊക്കെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യുക. ആൻഡ് ഫൈനലി നമ്മൾ നേരത്തെ റെഡിയാക്കിയ സ്ക്രാമ്പിൾഡ് എഗ്. ആൻഡ് കുറച്ച് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത പാർസ്ലി ആൻഡ് പെപ്പർ. ആൻഡ് കട്ട് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. കട്ട് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫ്രഷ് ജ്യൂസ്. ഞാനിവിടെ കട്ട് ഫ്രൂട്ട്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അടുത്തത് ലഞ്ചാണ്. നമുക്ക് കുക്ക് ചെയ്യാൻ മടി വരുമ്പോഴും അറ്റ് ദ സെയിം ടൈം നമുക്ക് ടേസ്റ്റിലൊരു കോംപ്രമൈസും ചെയ്യേണ്ടാത്ത ഒരു റെസിപ്പിയാണ് ചട്ടിച്ചോറ്. അതിനായിട്ട് ഞാനൊരു 300 grams ക്ലീൻഡ് പ്രോൺസ് എടുത്തിട്ടുണ്ട്. വൈറ്റ് പ്രോൺസോ അല്ലെങ്കിൽ ഏത് പ്രോൺസ് ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പ്രോൺസിലോട്ട് ഒരു 1 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 teaspoon salt, 1 tablespoon Kashmiri chili powder, half teaspoon chili powder, half teaspoon turmeric powder, and 1 tablespoon coconut oil. ഇത്രയും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. സോ ട്രഡീഷണൽ കുക്കിങ്ങിന് എപ്പോഴും ക്ലേ പോട്ടാണ് നല്ലത്. ചൂടായി കഴിയുമ്പോൾ നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത പ്രോൺസ് ആഡ് ചെയ്യാം. പ്രോൺസ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടി കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുക. ആൻഡ് ചെറിയൊരു പീസ് ടാമറിൻഡ് ആൻഡ് ഫ്രഷ് കറി ലീവ്സ്. ഇത് ചെറിയ ടൈപ്പ് പ്രോൺസ് ആയതുകൊണ്ട് ലിഡ് വെച്ച് കവർ ചെയ്ത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഓപ്പൺ ആയിട്ട് ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ മതിയാവും. ആൻഡ് ചോറിൽ മിക്സ് ചെയ്യാനുള്ള കാരണം ഞാൻ കുറച്ചുകൂടി കാശ്മീരി മുളക് പൊടിയും സ്പൈസി ചില്ലി പൗഡറും ആഡ് ചെയ്യുന്നുണ്ട്. ഹാഫ് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആൻഡ് 1 teaspoon സ്പൈസി ചില്ലി പൗഡർ. സോ ഇനി പ്രോൺസ് ഇപ്പോൾ കുക്കായിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റൈസ് ആഡ് ചെയ്യാനായിട്ട്. ഞാനൊരു 3 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. മട്ട റൈസ് ആണെങ്കിലും ഈവൻ സുലേഖ റൈസ് ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. ഇനി നന്നായിട്ട് റൈസ് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. സോ എപ്പോഴും നന്നായിട്ട് കുക്ക് ചെയ്ത റൈസ് ആയിരിക്കും എപ്പോഴും ഈ ഒരു ഡിഷിന് കൂടുതൽ നല്ലത്. ആൻഡ് ജസ്റ്റ് സോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഞാൻ കുറച്ചുകൂടി സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ചട്ടിച്ചോറിൻ്റെ മെയിൻ ഫ്ലേവർ എൻഹാൻസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ് റോ കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാനായിട്ട്.
നമ്മുടെ ചട്ടിച്ചോറ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഇടട്ടെ? ആൻഡ് ഡിന്നറിന് ഡയറ്റൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്ലാൻ ചെയ്യുന്നൊരു ഡിഷാണ് ചിയ സീഡ് ആൻഡ് കേർഡ്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ഒരു 1 കപ്പ് വാട്ടറിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോൾ അതിങ്ങനെ ഒരു ജെൽ കൺസിസ്റ്റൻസിയിലാവും. ഈ ജെൽ കൺസിസ്റ്റൻസി ആകുമ്പോൾ ഒരു 1 കപ്പ് കേർഡ് ആഡ് ചെയ്യാം. എപ്പോഴും ഫ്രഷ് കേർഡ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇത് ചിയ സീഡിൻ്റെ മിക്സ്ചറിലോട്ട് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 2 ഗ്രീൻ ചില്ലി മിൻസ്ഡ് ആഡ് ചെയ്യുക. ആൻഡ് ഒരു 2 പിഞ്ച് ജിഞ്ചർ മിൻസ്ഡ് ആഡ് ചെയ്യുക. ആൻഡ് ഒരു 1/2 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ്സ്, 1/2 കപ്പ് ക്യൂക്കുംബർ ഗ്രേറ്റഡ്. ഇത്രയും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള സോൾട്ടും കൂടി ആഡ് ചെയ്യുക. ഇനി ഈ ഒരു മിക്സ്ചർ നമ്മൾ കേർഡ് റൈസ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ടെമ്പർ ചെയ്യുക. പാൻ ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഓയിൽ ആഡ് ചെയ്യുക. ദെൻ കുറച്ച് മസ്റ്റർഡ്, ദെൻ റെഡ് ചില്ലീസ് ആൻഡ് ഒരു 1/4 ടീസ്പൂൺ കായം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കായം ആഡ് ചെയ്യാനായിട്ട്. ദെൻ കുറച്ച് പീനട്ട്സ്. ഇത്രയും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് ചിയ സീഡിലോട്ട് ആഡ് ചെയ്യാം. സോ നമ്മുടെ ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ചിയ സീഡ് വിത്ത് കേർഡ് ഇസ് റെഡി നൗ.